അങ്ങനെ നമ്മുടെ ഐഫോൺ 17 സീരീസ് റിലീസ് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ 17 പ്രോ മാക്സ് ഈ ഡിവൈസുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ദ വെരി ബെസ്റ്റ് പോസിബിൾ ക്യാമറ സെറ്റിംഗ്സ്, എങ്ങനെ ഈ മോഡൽ ഉപയോഗിച്ച് നമുക്ക് ബെസ്റ്റ് ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യാം, അതിനുവേണ്ടി ക്യാമറ സെറ്റിംഗ്സ്, ക്യാമറ ആപ്ലിക്കേഷനകത്തുള്ള കുറച്ച് ടെക്നിക്കുകളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ദ സെറ്റിങ്സിൽ ക്യാമറ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ആദ്യം പോകേണ്ടത് ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഫോർമാറ്റ്സിൽ ഇതിൽ ക്യാമറ ക്യാപ്ചർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷനിൽ മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി, ഹൈ എഫിഷ്യൻസി 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ഹൈ എഫിഷ്യൻസി എന്നുള്ളത് സെലക്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഡിവൈസുകളിൽ തന്നെയാണ് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹൈ എഫിഷ്യൻസി സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ സ്റ്റോറേജ് നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും. എന്നാൽ നിങ്ങൾ മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസിലേക്കും അല്ലെങ്കിൽ വിൻഡോസ് ലാപ്പോ കമ്പ്യൂട്ടറിലേക്കോ ഒക്കെ ഷെയർ ചെയ്ത് അവിടെ വെച്ചാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കുറച്ചും കൂടെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമ്പാക്റ്റബിൾ ആണ്. 2, ഫോട്ടോ ക്യാപ്ചർ. അതിൽ നിങ്ങൾ ഫോട്ടോ മോഡ് എന്നുള്ളത് മസ്റ്റായിട്ടും 24 മെഗാ പിക്സൽ സെലക്റ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. 12 മെഗാ പിക്സലാണ് കിടക്കുന്നെങ്കിൽ ചേഞ്ച് ചെയ്ത് 24 മെഗാ പിക്സലിലേക്ക് ആകുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രോ, റോ ആൻഡ് റെസൊല്യൂഷൻ കൺട്രോൾ അത് എനേബിൾ ചെയ്തിരിക്കണം. അത് എനേബിൾ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രോ, റോ ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എക്സൽ ലോസ്ലെസ്സിലേക്കോ അല്ലെങ്കിൽ ലോസിയിലേക്കോ സ്വിച്ച് ചെയ്യുക. ഞാൻ ലോസിയിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തു. നിങ്ങൾക്ക് എക്സൽ ലോസ്ലെസ്സും ലോസിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ ലോസി കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ തൊട്ട് താഴത്തേക്ക് വന്നാൽ വീഡിയോ ക്യാപ്ചർ, അത് പ്രോറസ്, ഹൈ ക്വാളിറ്റി വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ പ്രോറസ് ഷൂട്ട് ചെയ്യുക. നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി 4K വീഡിയോസ് തന്നെയാണ്. പക്ഷേ ഈ പ്രോറസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് എനേബിൾ ചെയ്യുക. വീഡിയോയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഫോർമാറ്റ്സിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അതിന് മുകളിൽ റെക്കോർഡ് വീഡിയോ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നമുക്ക് ഇപ്പോഴും 4K തന്നെ ഷൂട്ട് ചെയ്യുക. അതിൽ 30 FPS വേണോ 24 FPS വേണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ എടുക്കുന്ന വീഡിയോസും എഡിറ്റ് ചെയ്യുന്ന ടൈം ലൈനും 30 FPS ആയതുകൊണ്ടാണ് ഞാൻ 30 FPS കീപ്പ് ചെയ്തേക്കുന്നത്. സിനിമാറ്റിക് രീതിയിലുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 24 FPS ആണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 24 FPS കീപ്പ് ചെയ്യാം. നമ്മൾ വീഡിയോ സിനിമാറ്റിക് മോഡ്സിലൊക്കെ നോർമൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റേബിളായിട്ട് ഫുട്ടേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റെബിലിറ്റി എനേബിൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ആക്ഷൻ മോഡ് അത് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ഷൻ മോഡ് എനേബിൾ ചെയ്യുമ്പോൾ ഉള്ള കാര്യം, അത്ര നല്ല വെട്ടമുള്ള ഡേ ലൈറ്റിലാണ് നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ മാത്രം ആക്ഷൻ മോഡ് എനേബിൾ ചെയ്യുക. HDR വീഡിയോ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. പിന്നെ ഓട്ടോ FPS ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 30 FPS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 30 to 60 ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുന്നത് എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ കീപ്പ് ഇറ്റ് ആസ് 30 FPS. പിന്നെ ലോക്ക് ക്യാമറ, ലോക്ക് വൈറ്റ് ബാലൻസ്, ക്യാമറ ലെൻസുകളുടെ ഓട്ടോമാറ്റിക് സ്വിച്ചിങ് തടയാൻ വേണ്ടിയാണ് ലോക്ക് ക്യാമറ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത്. ഇത് എനേബിൾ ചെയ്യുന്നതിൻ്റെ ഗുണം, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഡിസ്പ്ലേ തട്ടുകയോ മുട്ടുകയോ ചെയ്ത് നമ്മുടെ ആ ഒരു ഫോക്കൽ റേഞ്ച് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, നിങ്ങൾ കൂടുതൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ലോക്ക് വൈറ്റ് ബാലൻസ് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കീപ്പ് എനേബിൾ ചെയ്തിടാം. അവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോമ്പോസിഷൻസ്. അതിലെ ഗ്രിഡ് ലെവൽ അത് മസ്റ്റായിട്ട് ഈ 2 ഓപ്ഷൻസ് എനേബിൾ ചെയ്യുക. മിറർ ഫ്രണ്ട് ഫേസിങ് ക്യാമറ, നമ്മുടെ സെൽഫി ക്യാമറ മിറർ ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വ്യൂ ഔട്ട്സൈഡ് ദ ഫ്രെയിമും ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് iOS 26 മാത്രം കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് ഇൻഡിക്കേറ്റേഴ്സ്. അത് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഫ്ലാഷ് അതോടൊപ്പം ലൈവ് ഫോട്ടോ എനേബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എപ്പോഴും ക്യാമറ ആപ്ലിക്കേഷനകത്ത് കാണിക്കും. വീഡിയോ ഓപ്ഷനിലും നമുക്ക് ആക്ഷൻ മോഡും ഡ്യുവൽ ക്യാപ്ചർ ഓപ്ഷനും നമുക്ക് എപ്പോഴും കാണിക്കും. അതും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫോട്ടോ ക്യാപ്ചർ, അതിൽ ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്നത് നമുക്കറിയാം ആപ്പിളിൻ്റെ ആ ഒരു ഫീച്ചറാണ്. ക്യാമറയിൽ കൊണ്ടുവന്നിരിക്കുന്ന AI അല്ലെങ്കിൽ എൻഹാൻസ്ഡ് പ്രോസസ്സിംഗ് നടക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമുള്ള അഡീഷണൽ ലെൻസ് ഓപ്ഷൻസ് ആയിട്ടുള്ള 28ഉം 35mm എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ അതിന് താഴെ വരുന്ന പ്രയോറിറ്റൈസ് ഫാസ്റ്റർ ഷൂട്ടിങ് അത് ഡിസേബിൾ ചെയ്യുക. ലെൻസ് കറക്ഷൻ മസ്റ്റായിട്ടും എനേബിൾ ചെയ്യുക. മാക്രോ കൺട്രോൾ നമുക്കറിയാം, മാക്രോ മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പം ആ കൺട്രോൾസ് ഓപ്ഷൻസ് എല്ലാം ലഭിക്കാൻ വേണ്ടിയാണ്. പിന്നെ iOS 26 പുതുതായിട്ട് ലഭിച്ചൊരു കാര്യമാണ് ലെൻസ് ക്ലീനിങ് ഹിൻഡ് എന്ന് പറയുന്നത്. അതും മസ്റ്റായിട്ട് എനേബിൾ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഐഫോണിൽ ലെൻസിൽ കുറച്ച് സ്മഡ്ജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൈ തൊട്ടപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇമേജ് ക്വാളിറ്റി ഒക്കെ ഹൈ ആകും എന്നല്ല, പക്ഷേ ഈ കൈ ഇങ്ങനെ പതിയുമ്പം അതിലുണ്ടാകുന്ന ആ ഡേർട്ട് കാര്യങ്ങളില്ലാതെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്ന ഒരു വാർണിംഗ് തരുന്ന ഒരു ഓപ്ഷനാണ് ലെൻസ് ക്ലീനിങ് ഹിൻഡ് എന്ന് പറയുന്നത്. അതും കീപ്പ് ചെയ്യുക, എനേബിൾ ആക്കുക. പിന്നെ ലോക്ക് സ്ക്രീൻ സ്വൈപ്പ് ടു ഓപ്പൺ ക്യാമറ അത് ഞാനിപ്പം ഡിസേബിൾ ചെയ്തേക്കുവാണ്. നമുക്ക് ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ
ആക്സിഡൻ്റലായിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്ത് ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന ആ ഫീച്ചർ ആപ്പിൾ iOS 26.1 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അത് ഒഴിവാക്കാൻ സാധിക്കുന്ന ഓപ്ഷനാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ബേസിക്കാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസാണ്. ഈ സെറ്റിങ്സ് മസ്റ്റായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഇത് iPhone 17 മാത്രമല്ല, പ്രീവിയസ് ജനറേഷൻ 16 15 എല്ലാം നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് മസ്റ്റായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് പരമായിട്ടുള്ള ക്യാമറയുടെ പരിപാടികളൊക്കെ തീർന്നു. ഇനി ബോണസ് ടിപ്പായിട്ട് നമുക്ക് പണ്ടത്തെ ആ ഒരു ഫിൽറ്റേഴ്സ് നമ്മൾ എടുത്ത ഇമേജസിന് ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ എടുത്ത ഒരു ഇമേജാണ്. എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ഈ പറഞ്ഞ വിവിഡ് വാം, കൂള് അങ്ങനെയുള്ള എല്ലാ ഫിൽറ്റേഴ്സും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പോർട്രേറ്റ് എടുത്ത ഇമേജാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത്ത് നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ക്യാമറ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ, ക്യാമറ ആപ്ലിക്കേഷനിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുന്നേക്കാളും ബെറ്ററായിട്ട് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഇതേ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അതിലൊന്നാമത്തെ കാര്യം, നമുക്കറിയാം ഇപ്പോഴത്തെ UI കുറച്ച് മാറ്റങ്ങളുണ്ട്. സോ ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ ഓപ്ഷൻ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർട്രേറ്റ്, വീഡിയോസ് അങ്ങനെയുള്ള നിരവധി ഓപ്ഷനിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നതിലൂടെ പോകാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമുക്ക് ഒരു ഫോർമാറ്റും റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ HEIF എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഓൾറെഡി ഫോർമാറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് റോ ഫോർമാറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ളവർ തീർച്ചയായിട്ടും റോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് റോ ആക്കുക. അതോടൊപ്പം റെസൊല്യൂഷൻ, അതിപ്പോൾ നിങ്ങൾ ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ്, അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഹൈ ക്വാളിറ്റി ഇമേജസ് നിങ്ങൾക്ക് എപ്പോഴും ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 48 MP ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 12 MP അല്ല എടുക്കേണ്ടത്. അതിപ്പം റോ ഫോർമാറ്റിലല്ലെങ്കിലും നിങ്ങളിപ്പം HEIF മോഡിലാണ് ഫോട്ടോ എടുക്കുന്നെങ്കിലും നിങ്ങൾക്കത് 48 MP ഓപ്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടോപ്പ് റൈറ്റ് കോർണറിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് ഇതിന് ഇൻഡിക്കേറ്റേഴ്സും മറ്റു ഓപ്ഷൻസും കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പോഷറാണ്. പൊതുവെ ഐഫോണുകളുടെ ഫോട്ടോസ് എടുക്കുമ്പം ഓവറായിട്ട് വെട്ടം കയറി വരുന്നത് കാണാൻ സാധിക്കും. ചില സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെട്ടം കയറി വരുന്നതും അത് ഓവറായിട്ട് എക്സ്പോസ് ആയിട്ട് സബ്ജക്റ്റിനെ കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലാക്കുന്നതും അങ്ങനെ ഇമേജുകൾ വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സ്പോഷറിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 0.0 ആണ്. അത് നിങ്ങൾ മാറ്റിയിട്ട് -0.3 കീപ്പ് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യാം. ഇനി ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് കാണാം EV -0.3 എന്ന് കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് എക്സ്പോഷർ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -0.3 ആണ്. ഇനിയിപ്പോൾ നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഓപ്ഷൻ അങ്ങനെ തന്നെ കാണാൻ സാധിക്കും. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ അത് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ക്യാമറ സെറ്റിങ്സിനകത്ത് പോവുക. ഫോർമാറ്റിൻ്റെ താഴെയായിട്ട് പ്രിസർവ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്തിട്ട് ഇവിടെ എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോഷറിൽ നമ്മൾ വരുത്തുന്ന ചേഞ്ചസുകൾ പിന്നെ അത് ഡിഫോൾട്ടായിട്ട് അത് അവിടെ തന്നെ കാണും, അല്ലെങ്കിൽ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത് കീപ്പ് ചെയ്യാൻ വേണ്ടി അത് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. എക്സ്പോഷർ കഴിഞ്ഞാൽ പിന്നെ ഫ്ലാഷ്, ലൈവ്, ടൈമർ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ ആസ്പെക്ട് റേഷ്യോ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും 4:3 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോയിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉള്ളത് 16:9, 1:1. പക്ഷേ എപ്പോഴും ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ 4:3 കീപ്പ് ചെയ്യുക. 16:9 പോകുമ്പോൾ കുറച്ചും കൂടെ സൂമിൻ ആയിട്ടുള്ള, ക്രോപ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ക്രോപ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമ്മൾ 16:9 എടുക്കുന്ന ഫോട്ടോസിൽ ലഭിക്കുന്നത്. സോ അത് ഒഴിവാക്കാൻ നമ്മളെപ്പോഴും 4:3 ഡിഫോൾട്ടായിട്ടുള്ള സെൻസറിൻ്റെ ആ ഒരു ഓപ്ഷനിൽ കീപ്പ് ചെയ്യുക. പിന്നെ സ്റ്റൈലിലേക്ക് ഞാൻ വീണ്ടും ഈ ഓപ്ഷൻസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്നതാണ്. പിന്നെ ഉള്ളത് കുറച്ച് വെട്ടം കുറവുള്ള സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നൈറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആകുന്നു. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് നൈറ്റ് മോഡ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് നൈറ്റ് മോഡിൽ ഏകദേശം 10 സെക്കൻഡ്സ് എക്സ്പോഷർ ലഭിക്കുന്നതാണ്. എന്നാൽ ഇതേ സമയം നിങ്ങളുടെ ഫോൺ ഒരു ട്രൈപോഡിലോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സർഫസിൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഈ 10 സെക്കൻഡ് എന്നുള്ളത് മാറി 30 സെക്കൻഡ്സ് വരെ നമുക്ക് പോകാൻ സാധിക്കും. മാക്സിമം 30 സെക്കൻഡ്സ് വരെ. ഈ 30 സെക്കൻഡ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 30 സെക്കൻഡ്സിലേക്ക് നമ്മുടെ ഷട്ടർ ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് മാക്സിമം ലൈറ്റിനെ, ഒട്ടും വെട്ടമില്ലാത്ത സ്ഥലത്ത് മാക്സിമം വെട്ടത്തെ സെൻസറിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ 30 സെക്കൻഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫി, ആസ്ട്രോ വീഡിയോഗ്രാഫി ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് ഈ ഒരു നൈറ്റ് മോഡ്. ഇനി വീഡിയോ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ വീഡിയോ ഓപ്ഷനിലും ഈ പറഞ്ഞ സെറ്റിങ്സ് ഉണ്ട്. അതിലേറ്റവും ലെഫ്റ്റ് കോർണറിൽ നമുക്ക് കാണാം
പ്രോ റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അഡീഷണലി ഉണ്ട്. സോ നിങ്ങൾക്ക് ലോഗിൽ പ്യുവർ ആയിട്ടുള്ള ലോഗ് വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ലോഗിലേക്ക് സ്വിച്ച് ചെയ്യാം. പിന്നെ റെസൊല്യൂഷൻ 4K ആണ്. FPS ഫ്രെയിം റേറ്റ് നമുക്കിവിടെ 120 FPS വരെ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും എക്സ്പോഷർ ഓപ്ഷൻ ഉണ്ട്. ആക്ഷൻ മോഡ് ഞാൻ പറഞ്ഞ പോലെ ആക്ഷൻ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെട്ടം തീരെ കുറവുള്ള സ്ഥലത്താണ് നമ്മൾ ആക്ഷൻ മോഡ് ഇട്ട് വീഡിയോ എടുക്കുന്നെങ്കിൽ നല്ലപോലെ നോയ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ മാക്സിമം ആക്ഷൻ മോഡിൽ നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ബ്രൈറ്റർ ആയിട്ടുള്ള സൺലൈറ്റിലോ അല്ലെങ്കിൽ നല്ല വെട്ടമുള്ള ഒരു എൻവയോൺമെൻറ്റിലോ നിന്ന് ഷൂട്ട് ചെയ്യുക. പിന്നെ ഡ്യുവൽ ക്യാപ്ചർ iPhone 17 സീരീസിൻ്റെ മാത്രം ഒരു പ്രത്യേകത എന്ന രീതിയിൽ ആപ്പിൾ കൊണ്ടുവന്നൊരു ഫീച്ചറാണ്. പക്ഷേ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഇതൊക്കെ ആപ്പിളിന് ഏത് ഫോണിലും കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇത് വലിയ സംഭവമായിട്ടാണ് ആപ്പിൾ ഇതിൽ കൊണ്ട് നിൽക്കുന്നത്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മളുടെ മെയിൻ ക്യാമറ വെച്ചിട്ടുള്ള പരിപാടികൾ. ഇനി സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ വർഷത്തെ പുതിയ 18 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് 17 സീരീസിലെ എല്ലാ മോഡൽസിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് സെൻറ്റർ സ്റ്റേജ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഇനി മുതൽ ഈ ഒരു ഫോൺ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ പിടിക്കാതെ തന്നെ ഈ സെൻറ്റർ സ്റ്റേജിൻ്റെ സഹായത്തോടെ പോർട്രേറ്റിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി സ്റ്റൈലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഫിൽറ്റേഴ്സിന് പകരമായിട്ട് നല്ല രീതിയിൽ ഫിൽറ്ററിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റൈലിനകത്ത് നിരവധി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസാണ്. നമ്മൾ ഈ സ്റ്റൈലിനകത്ത് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് കളർ ആൻഡ് ടോൺ എന്ന് പറയുന്ന 2 ഓപ്ഷൻ. ഇതിൽ ഈ ടോണിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ലൈഡർ അനക്കുന്നതനുസരിച്ച് മാറുന്ന കാണാൻ സാധിക്കും. സോ നമ്മൾ താഴത്തേക്ക് പോകുമ്പം അതൊരു ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകും. എന്നാൽ മുകളിലേക്ക് പോകുമ്പം അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നല്ല രീതിയിലുള്ളൊരു ബ്രൈറ്റ്നസ്സും അതോടൊപ്പം തന്നെ സാച്ചുറേഷനും നമ്മുടെ ആ കളേഴ്സ് നല്ല രീതിയിൽ പോപ്പപ്പ് ആകുന്നുണ്ട്. സോ ഇത് സ്റ്റാൻഡേർഡ് മോഡാണ്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പം ഒരു ഗോൾഡൻ ടോൺ ഇതെല്ലാം അണ്ടർ ടോൺസ് ആണ്. എന്നാൽ നമ്മൾ സ്റ്റാൻഡേർഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം മോഡ് ചേഞ്ച് ചെയ്യുന്നത്. ന്യൂട്രൽ ഉണ്ട്, ലൂമിനസ് ഉണ്ട്, ഡ്രാമാറ്റിക് ഉണ്ട്, ക്വയറ്റ് ഉണ്ട്. സോ മോഡും അണ്ടർ ടോൺസ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ സെറ്റിങ്സുകളും ടെക്നിക്കുകളും നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്ത് സെറ്റിങ്സും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഐഫോൺ ഏതും ആയിക്കോട്ടെ, 17 മാത്രമല്ല 16, 15, 14 ആയിക്കോട്ടെ, ഏത് ഡിവൈസിലും നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഇമേജുകളും ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.